പത്ലു, എനിക്കൊരു സൂപ്പർ ഹീറോയെ പോലെ ആയിട്ട് സാമൂഹ്യ സേവനം നടത്താൻ കൊതിയാവുന്നടാ. എന്തായി സംഭവിക്കുന്നത്? അകത്ത് വല്ല അറ്റകുറ്റപ്പണിയും നടക്കുന്നുണ്ടോ? ഇത് ഡോക്ടർ ചർക്ക ചെറിയൊരു ഓപ്പറേഷൻ നടത്തുന്നതാണ്. ഓപ്പറേഷൻ ഇത്രയും ശബ്ദോ? നമ്മുടെ ഡോക്ടർ ചർക്ക ഇങ്ങനത്തെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോഴേ രോഗികൾക്ക് ഊർജം കിട്ടും. അതിന്റെ ശബ്ദാണത്. എനിക്ക് ഇതൊക്കെ കാണുമ്പോഴേ സൂപ്പർ ഹീറോ ആയി മാറി സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് മോട്ടോ. ആ, നമുക്കും സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ. നിങ്ങള് സൂപ്പർ പവറിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്നേ. ഞാൻ ഡോക്ടർ ചർക്കയോട് പറഞ്ഞ് നിങ്ങൾക്ക് അടിപൊളി ഗാഡ്ജറ്റ്സ് വാങ്ങിത്തരാം. അതുണ്ടെങ്കിൽ സൂപ്പർ ഡൂപ്പർ മാനുവലും തോറ്റു പോന്നേ. ആണോ? ഡോക്ടർ ജഡ്കയുടെ അടുത്ത് അതുപോലത്തെ ഗാഡ്ജറ്റ്സ് ഉണ്ടോ? ഒന്നല്ല, ഒരുപാട് ഉണ്ടെന്നേ. രോഗികൾ ഇല്ലാത്തപ്പോ വേറെ വല്ല പണി വേണ്ടേ? അപ്പൊ ഇതൊക്കെയാണ് പണി. അവിടെ നിക്കോ, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? താൻ ഡോക്ടറാണോ വേറെ വല്ലോ? ഒരു പല്ല് തനിക്ക് പറിക്കാൻ പറ്റില്ലേ? ഒന്നോ? ഞാൻ 4 പല്ലെടുത്തില്ലേ. പക്ഷെ ആ വേദനയുള്ള പല്ല് അവിടെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് ഒരു അവസരം കൂടി തരുകയാണെങ്കിൽ. ഡോക്ടർ ജഡ്ക, പൊന്നു സുഹൃത്തെ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആവശ്യമുണ്ട്. ഞങ്ങൾക്കും സൂപ്പർ ഹീറോ ആയി മാറി ഫുർഫുറി നഗറിന് സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ആ സൂപ്പർ ഹീറോന്റെ ഗാഡ്ജറ്റ്സ് ഒക്കെ ഇതിനെ തരാമോ? കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തരാൻ പോകുന്ന ട്രീറ്റ്മെന്റ് കൊണ്ട് നിങ്ങള് വലിയൊരു സൂപ്പർ ഹീറോ പദവിയിലേക്ക് എത്തിച്ചേരുമല്ലോ. സന്തോഷമുണ്ട് സുഹൃത്ത്, വളരെ സന്തോഷം. ഞങ്ങളും ആ ഒരു ദിവസം സൂപ്പർ ഹീറോ. മോട്ടോ, നമുക്ക് എത്രയും പെട്ടെന്ന് സൂപ്പർ ഹീറോന്റെ ഡ്രസ്സൊക്കെ ശരിയാക്കണം. സൂപ്പർ ഹീറോന്റെ സൂപ്പർ ഡ്രസ് ഇടാതെ നടന്ന ഒരു രസം ഉണ്ടാവില്ല. വേഗം വാ. ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയില്ല. രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളെയൊക്കെ രക്ഷിക്കാനായി 2 സൂപ്പർ ഹീറോ. ഇന്ന് രാത്രിക്ക് ശേഷം മോട്ടോമേനെന്നും പത്ലുമേനെന്നും ഞങ്ങൾ അറിയപ്പെടും. ഇത് മോട്ടു മാൻ, ഇത് പത്ലു മാൻ. ആക്രമിക്കൂ. പത്ലു, സാമൂഹ്യ സേവനമൊക്കെ പിന്നെ മതി. ആദ്യം നമുക്ക് രക്ഷപ്പെടണം. മോട്ടോ, നമ്മള് സൂപ്പർ ഹീറോകളാണ്. ഈ പട്ടികളെ പേടിച്ചിങ്ങനെ ഓടിയ കുറ്റവാളികളെ ആര് പിടിക്കും? പത്ലു, നമുക്ക് ജീവനുണ്ടെങ്കിലല്ലേ ആക്രമികളെ നമുക്ക് പിടിക്കാൻ പറ്റൂ. മോട്ടോ, ആ സ്പൈഡർ വെബ് ഉപയോഗിച്ച് വേഗം മുകളിലേക്ക് എങ്ങനെയെങ്കിലും ചാടി കയറാൻ നോക്ക്. അല്ലാതെ ഒരു രക്ഷയില്ല. ഒട്ടുന്നില്ലല്ലോ. ഓ, ഈ സ്പൈഡർ വെബ് ഒന്നിനും കൊള്ളൂലല്ലോ. നമുക്ക് പറ്റിപ്പോയതാ. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. പട്ടികൾ അടുത്തെത്തി. കണ്ടില്ലേ, ഒട്ടുന്നില്ല. ഒട്ടിയടാ പത്ലു. എന്റെ ജഡ്ക ചേട്ടാ, ഈ താഴെ നിന്നോണ്ടുള്ള സാമൂഹ്യ സേവനം ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഓടി ഓടി മതിയായി. അതിനല്ലേ നമ്മള് മുകളിലേക്ക് വന്നത്. ഇത്തവണ ആകാശത്ത് നിന്ന് ആക്രമിക്കാൻ പഠിക്ക്. മോട്ടു പത്ലു, ഒരു കാര്യം എപ്പോഴും ഓർക്കണം. ഏതൊരു സൂപ്പർ ഡൂപ്പർമാന്റെ പിന്നിലും ഒരു സാധാരണക്കാരന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങളെ മറക്കരുതേ. രാത്രിയുടെ യാമങ്ങളിൽ ഫുർഫുരി നഗരത്തിലെ മണൽ തരികളിലും പുൽക്കൊടികളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അതോ ലോകത്തിന്റെ പുതിയ ശബ്ദം ജോൺ ഡോൺ ഡോൺ ജോൺ ഡോൺ ജോൺ. ഇത് സമ്മതിക്കണല്ലേ? കൊള്ളാമല്ലോ ബോസ്, നല്ല കവിതയാണല്ലോ.
അല്ലേ നമ്പർ 2? ഏ? ഏഹേ, ഞാൻ പ്രശംസകളിൽ തൽപരനല്ല. ഏ? ദേ അങ്ങോട്ട് നോക്ക ജോൺ ദ ഡോൺ. സമൂസയിൽ മസാല ഉള്ളിടത്തോളം കാലം സാമൂഹ്യ സേവനത്തിൽ ഈ മോട്ടവും ഉണ്ടായിരിക്കും. നിന്റെ തലയ്ക്കകത്ത് ഐഡിയ ഒക്കെ ഉണ്ടല്ലേ? വേഗം പോ, അവൻ ഓടിപ്പോവും. ആക്രമിക്കൂ. ആ. ഏതോ അപശബ്ദം കേൾക്കുന്നുണ്ട്. വാ, നമുക്ക് വേഗം സ്ഥലം വിടാം. ഓടിക്കോ. ആര് വന്നാലും ഈ ജൂണിന് ഇതൊക്കെ പുല്ലാണ് കൂട്ടനെ. മോട്ടോ, നമ്മള് വീണ്ടും ചുമരിലേക്ക് തന്നെയാ പോകുന്ന. നീ വേഗം എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ഒരു ഉപായം പറയൂ. ഐഡിയ കേൾക്ക്. കയ്യും ചിറകം മുകളിലേക്ക് ഉയർത്ത്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പറക്കാൻ തുടങ്ങും. ആ, രക്ഷിക്കണേ. രക്ഷപ്പെട്ടു. മോട്ടോ, ചിങ്കം വരുന്നുണ്ടോ? ഓടിക്കോ. ബാഗ് കയ്യിൽ കിട്ടി. പക്ഷെ കള്ളൻ എവിടെ പോയി? ഈ ചിങ്കമിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി എംപോസിബിൾ. ഈ പ്രാവശ്യം ഞാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നു. ചിങ്കത്തിനെ വെല്ലുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി എംപോസിബിൾ. അമ്മോ, ഓ, ഈ തേങ്ങയിൽ നിന്ന് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി എംപോസിബിൾ. അല്പം കഴിഞ്ഞാൽ എല്ലാം ഭേദമായിക്കോളും. എന്തു പറ്റി കൂട്ടുകാരാ? ഇന്നലെ നിന്റെ സാഹസികത എന്തായിരുന്നു? എവിടുന്ന മരുന്നൊക്കെ? ഡോക്ടർ ഞാനാണോ നീയാണോ? നിങ്ങളുടെ വാക്ക് കേട്ട ഞങ്ങളുടെ അവസ്ഥ ഇതുപോലെ ആയത്. നിങ്ങളുടെ ഗാഡ്ജറ്റ്സ് പോരാ. ഇപ്രാവശ്യം ഡോക്ടർ ചക്ക ഒരു സൂപ്പർ പവറുള്ള ഷൂ ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ. അത് ഇട്ടാൽ നിങ്ങൾക്ക് പറക്കാൻ സാധിക്കും. നിങ്ങളുടെ സൂപ്പർ സോണിക് ഷൂസ് നിങ്ങൾ തന്നെ വെക്കാവും നല്ലത്. ഇനി ഈ ശരീരത്തില് ഒരൊറ്റ എല്ല് പോലും പൊടിയാൻ ബാക്കിയില്ല. ഇന്നലെ രാത്രിയിൽ 2 മോഷ്ടാക്കൾ ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമിച്ചു. ഇൻസ്പെക്ടർ ചിങ്കമാണ് മോഷ്ടാക്കളുടെ കയ്യിൽ നിന്ന് അതിവിദഗ്ധമായി പണം തിരിച്ചു പിടിച്ചത്. എങ്കിലും 2 മോഷ്ടാക്കളും കടന്നു കളഞ്ഞിരുന്നു. പോലീസ് വല വീശിയിരിക്കുന്നു. ഈ കാണുന്ന ദൃശ്യങ്ങൾ പോലീസിന് തൊട്ടടുത്തുള്ള കടയിലെ CCTV ലഭിച്ചതാണ്. ഇതെന്താ, നമ്മളെ കള്ളന്മാരാക്കിയോ? യഥാർത്ഥ മോഷ്ടാക്കളെ കണ്ടുപിടിച്ച് നമ്മൾക്കുണ്ടായ കളങ്കം എങ്ങനെയെങ്കിലും തുടച്ചു നീക്കിയേ പറ്റൂ. അതെ, ഈ കളങ്കം നമ്മൾ തുടച്ചു നീക്കിയേ പറ്റൂ. ഡോക്ടർ ചട്ക, ആ ഷൂ ഇങ്ങോട്ട് തരൂ. ഇത്തവണ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല. എന്താണ് ഇങ്ങനെ മിഴിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ബോസ്. ഇനിയും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. കവിതയായിരിക്കുമല്ലോ. എടാ പമ്പര വിട്ടി, കവിതയെ കുറിച്ച് ആലോചിക്കാതെ മോഷണത്തിനെ കുറിച്ച് നിങ്ങളാരും അവിടെ നിന്ന് അനങ്ങിപ്പോകരുത്. ആരാ നിങ്ങള്? സമൂസയിൽ മസാല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നിങ്ങളുടെ കുബുദ്ധിക്ക് ഓടിയൻ ഇതാ എത്തിക്കഴിഞ്ഞു. ചില കളികൾ കാണിക്കാനും ചില കളികൾ പഠിപ്പിക്കാനും. അപ്പോഴത്തേക്ക് നീ ഓടിയനും കണ്ടോ? ആക്രമിക്കൂ. ഇത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ സൂപ്പർ ഹീറോന്റെ ജോലികളൊക്കെ എത്ര എളുപ്പമാണെന്ന്? വേഗം വാ, നമുക്ക് അവന്മാരെ പിടിക്കാം. താഴേക്ക് വേണ്ട, മുകളിലേക്ക് തന്നെ പോട്ടെ. മോട്ടോ, ഒന്ന് വേഗം എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ, അല്ലെങ്കിൽ നമ്മുടെ കഥ വീണ്ടും അവതാളത്തിലാക്കും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. മോട്ടോ, ഇതങ്ങ് എടുത്തോ. എന്തായി കാണിക്കുന്നത്? ഞങ്ങളെ വിട്. ചങ്ങാതിക്ക് ചങ്ങാതി, ദുഷ്ടന്മാർക്ക് ദുഷ്ടൻ. അതാണ് ഈ മോട്ടുമാനായ മോട്ടു. ഭീമൻ അഥവാ പത്ലുമാൻ, ക്രാഷ് ലാൻഡിങ്ങിന് തയ്യാറായിക്കോളൂ ചതിയന്മാരെ. റെഡി?
നമുക്ക് ചിങ്കത്തിന് കൊടുക്കാം. വേണ്ട, എന്റെ ബുദ്ധിയിൽ വേറെ ഐഡിയ ഉണ്ട്. എന്താ അത്? ഇന്നലെ രാത്രി മോഷണ പ്രതികളെ പിടികൂടി. മൂന്നാമനും കൂടെ ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ സിംഗമാണ് അവരുടെ ചിത്രം പുറത്തുവിട്ടത്. ഇതാ. ഈ കുപ്രസിദ്ധ മോഷ്ടാക്കൾ നമ്മുടെ നഗരത്തിലെ ആൾക്കാരെ ഭീതിയിൽ ആഴ്ത്തിയിരുന്നു. ഒരു നീണ്ട ചേസിംഗിന് ശേഷം ഞാൻ തന്നെ അവരെ പിടികൂടി. അവർക്ക് അറിയില്ലായിരുന്നു ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത്. ഇറ്റ് ഇസ് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. പത്ലു, നിന്റെ ഐഡിയ വളരെ നന്നായിരുന്നു. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള സേവനം എന്താണ്? പൊളിച്ചെടുത്തല്ലോ. സാമൂഹ്യ സേവനം നടത്താം, തീർച്ചയായും പറ്റും. ഡോക്ടർ ജഡ്ക ഒരു പുതിയ ഗാഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ. പിന്നെ നിങ്ങൾ രണ്ടാൾക്ക് വേണ്ടി ഒരു പുതിയ ഡ്രസ്സും കാണണ്ടേ? ആക്രമിക്കൂ! അവിടെ നിൽക്ക്. ഓടരുത്. ഓടരുതെന്ന് പറഞ്ഞില്ലേ? നിൽക്കാൻ. Watch India's largest kids library only on Jio Hotstar. Download the app now.